സ്നേഹിച്ചുവെന്നു ഞാൻ അറിയാൻ വൈകിയൻ തമ്പുരാനേ. ഇത്ര നാൾ ഞാൻ നിന്റെ കൈകളിലെന്നതും അറിയാൻ വൈകിയൻ തമ്പുരാനേ. സ്നേഹിച്ചുവെന്നു ഞാൻ അറിയാൻ വൈകിയൻ തമ്പുരാനേ. ഇത്ര നാൾ ഞാൻ നിന്റെ കൈകളിലെന്നതും അറിയാൻ വൈകിയൻ തമ്പുരാനേ. ഇത്രമേൽ സ്നേഹിച്ചുവെന്നു ഞാൻ അറിയാൻ വൈകിയൻ തമ്പുരാനേ. വഴി തെറ്റിയോടി ഞാനെങ്കിലും നീ എന്നെ പിടിച്ചു നിന്നോട് ചേർത്തു. വഴി തെറ്റിയോടി ഞാനെങ്കിലും നീ എന്നെ പിടിച്ചു നിന്നോട് ചേർത്തു. തുടച്ചന്റെ കണ്ണുനി പൊൻകരത്താലെന്റെ ഇരുകയിൽ ചുംബനമേ. തുടച്ചന്റെ കണ്ണുനി പൊൻകരത്താലെന്റെ ഇരുകയിൽ ചുംബനമേകി. ഇത്രമേൽ സ്നേഹിച്ചുവെന്നു ഞാൻ അറിയാൻ വൈകിയൻ തമ്പുരാനേ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഈ നിമിഷം എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകം മുഴുവനുമുള്ള എൻ്റെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളെ, ഒരു നിമിഷം നിങ്ങളെല്ലാവരും നിങ്ങളുടെ വലം കൈ ഈ എളിയ ദാസന്റെ ശിരസിനുമേൽ ഉയർത്തി പരിശുദ്ധാത്മാവിന്റെ നിറവിനായി എഴുന്നേറ്റ് നിന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ ദാനങ്ങൾ ഈ ദാസന്റെ ശിരസിനുമേൽ വർഷിക്കണമേ. അങ്ങയുടെ ദിവ്യമായ ശക്തി അയച്ച് അങ്ങയുടെ എളിയ ദാസനെ ധൈര്യപ്പെടുത്തണമേ. അങ്ങയുടെ നാവ് എനിക്ക് നാവായി തരണമേ. അങ്ങയുടെ രൂപി അയച്ച് അങ്ങയുടെ തിരുവചനം പ്രഘോഷിക്കാൻ ഈ ദുർബലനായി എന്നെ പ്രാപ്തനാക്കണമേ. എനിക്കല്ല പിതാവേ, അങ്ങയുടെ മഹത്വത്തിനു വേണ്ടിയുള്ളവൻ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും ശ്രവിക്കുന്ന ഓരോ മക്കളുടെയും അനുഗ്രഹമാക്കി മാറ്റണമേ, അനുഭവമാക്കി മാറ്റണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഇരിക്കുക. ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടിയ ഞാൻ ഇവിടെ ആയിരിക്കുക. കാരണം എഫാത്ത പ്രാർത്ഥനാലയത്തിന്റെ ചുവരുകൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചതെല്ലാം അപ്പടി ലഭിച്ച അനുഗ്രഹീതനായ ഒരു ദാസനാണ് ഈ ഉള്ളവൻ. എൻ്റെ മകളുടെ വിവാഹം വളരെ പെട്ടെന്നായിരുന്നു അത് നടക്കാൻ ദൈവം തിരുമനസ്സായത്. അപ്പോൾ ഒന്നും പ്രതീക്ഷിച്ചിരിക്കാത്തൊരു സമയത്ത് നല്ലൊരു പയ്യൻ വന്ന് കണ്ടു. അവളുടെ വിവാഹം ഞങ്ങൾ ഉറപ്പിക്കുകയും ചെയ്തു. ബാക്കി കാര്യങ്ങളെ പറ്റി ഒന്നും ചിന്തിച്ചില്ല. അങ്ങനെ ആകെ കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ ശ്രീ PS ജോർജ് ഏട്ടൻ പറയുകയുണ്ടായി നമ്മുടെ എഫാത്തയെ പറ്റിയല്ല. അങ്ങനെ ഞാൻ എഫാത്തായുടെ ചുവർഭിത്തികൾക്കുള്ളിൽ പ്രാർത്ഥനാ നിയോഗത്തിനായി എൻ്റെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞാൻ അവിടെ വരികയുണ്ടായി. എഫാത്ത പ്രാർത്ഥനാലയത്തിന്റെ കവാടം കടന്ന് ഞാൻ എത്തുമ്പോൾ അന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എൻ്റെ പ്രിയപ്പെട്ട വിൽസൺ ചേട്ടനെയും എഫാത്തായുടെ പ്രാർത്ഥിക്കുന്ന മാതാവ് എന്ന് ഞാൻ അഭിമാനപൂർവ്വം പറയാറുള്ള നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ലിസി ചേച്ചിയെയും ഞാൻ എന്നും ആദരവോടെ മാത്രം കാണുന്ന
നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള മത്തായി ചേട്ടൻ, ജോസ് കുട്ടിച്ചായൻ, ജോസഫ് സാറ്, ബേബി ചേട്ടൻ, PS ജോർജ് ചേട്ടൻ, ജോയ് ചേട്ടൻ, ജോസിച്ചായൻ, നമ്മുടെ തോമസ് വാളിപ്പിളാക്കൽ തുടങ്ങിയ മുഴുവൻ ആളുകളെയും ഞാൻ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടായി ഈ പവിത്രമായ വേദിയിൽ നിൽക്കുക. അന്ന് പ്രാർത്ഥിച്ചൊരുങ്ങിയ ലിസി ചേച്ചി ഇങ്ങനെ എന്നോട് പറയുകയുണ്ടായി, നിങ്ങൾ ഒന്നുകൊണ്ടും അധൈര്യപ്പെടണ്ട, ഒരു കാസ നിറയെ സ്വർണം തമ്പുരാൻ തരുന്നതായി ഞാൻ കാണുന്നു എന്ന് ലിസി ചേച്ചി എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് ഞാൻ ഇപ്പോഴും വളരെ സന്തോഷത്തോടെ ഓർക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഒട്ടും അതിശയോക്തി കൂടാതെ ഞാൻ ഈ നിങ്ങളെ സാക്ഷി നിർത്തി പറയുകയാണ്. ലിസി ചേച്ചി പ്രാർത്ഥിച്ചതിന്റെ 2-ാം മാസം 13-ാം ദിവസം എന്റെ മകളുടെ വിവാഹം വളരെ ഭംഗിയായി, വളരെ ആഡംബരമായി, സ്വർണത്തിൽ മുക്കി എന്ന് വേണമെങ്കിൽ പറയാം, നടക്കുകയാണ്. വിവാഹം നടന്നു. ചേച്ചിയുടെ പ്രാർത്ഥന അങ്ങനെ അന്വർത്ഥമാവുകയാണ്. പിന്നീട് എന്റെ ഏക മകന്റെ തിരുപ്പട്ട സ്വീകരണത്തിന്, തിരുപ്പട്ടം എന്റെ രണ്ടാമത്തെ മകൻ, ആദ്യത്തെ മൂത്ത മകൻ അച്ഛനാണ്, രണ്ടാമത്തത് മോളാണ്. അപ്പം മോന്റെ പുത്തൻ കുർബാനയ്ക്ക് വേണ്ടി ഞാൻ വീണ്ടും എഫാത്തായിലെ പ്രാർത്ഥനാലയത്തിന്റെ ചുവരുകൾക്കുള്ളിലേക്ക് പ്രാർത്ഥനാ നിയോഗത്തിനായി വരികയാണ്. അന്ന് എഫാത്തായുടെ ഡയറക്ടറായിട്ടുള്ള വിൽസൺ ചേട്ടൻ എന്നോട് പറഞ്ഞു, ബേബി ചേട്ടന്റെ മകന്റെ പുത്തൻ കുർബാന വളരെ മനോഹരമായി ദൈവം ഒരുക്കുന്നതായി കാണുന്നു. കേവലം 40,000 രൂപ മാത്രം കൈമുതലായി ഉണ്ടായിരുന്ന എന്റെ മകന്റെ, അല്ല നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മകന്റെ എന്ന് വേണം പറയാൻ, മകന്റെ പുത്തൻ കുർബാന വളരെ ആർഭാടമായി അതിമനോഹരമായി നടന്നു എന്നതാണ് സത്യം. അപ്പോ തമ്പുരാൻ നല്ല ദൈവം എല്ലാം എനിക്ക് ഒരുക്കി തന്ന ദൈവത്തിന് ആദ്യമായി നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വരുന്നത്, എഫാത്തായുടെ ഈ പവിത്രമായ ദൈവസ്പർശമുള്ള പരിശുദ്ധാത്മാവിന്റെ ഗന്ധമുള്ള ഈ ചുവർഭിത്തികൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ ഈ പ്രിയപ്പെട്ട മക്കളോടൊപ്പം പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഒരിക്കലും വിഫലമാവില്ല എന്ന സത്യം പങ്കുവയ്ക്കാൻ മാത്രമാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുക. പ്രിയമുള്ളവരെ, ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുക ജെറമ്യ 31:3 തിരുവചനമാണ്. ഞാൻ മാത്രമല്ല, എന്നോടൊപ്പം ഗാന ശുശ്രൂഷ നയിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ജോയ് പുതിയാപ്പറമ്പിൽ, കീബോർഡ് വായിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ജോമിൻ, എന്റെ സഹോദരി തുല്യം ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അധ്യാപികയും ഗായികയുമായിട്ടുള്ള ശ്രീമതി ഷൈല ജോർജ്, എഫാത്തായുടെ ഡയറക്ടറുടെ പ്രിയപ്പെട്ട ഭാര്യ സഹധർമ്മിണി, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ലിസി ചേച്ചി, ജോസ്ന മോള് തുടങ്ങിയവരെല്ലാവരും, ഞങ്ങളെല്ലാവരും കൂടിയാണ് ഈ ശുശ്രൂഷ നയിക്കുക. ജെറമ്യ 31:3 തിരുവചനം ഷൈല വായിക്കുന്നു. വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, എനിക്ക് നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ഓരോ സുപ്രഭാതത്തിലും പുതുമയേറിയ സ്നേഹമാണ് ദൈവത്തിന്റെ. അനന്തമല്ലോ നിൻ കാരുണ്യം, അപാരമല്ലോ നിൻ സ്നേഹം. കർത്താവേ, നിൻ കരുണാവർഷം കനലായി തെളിയേണം, എന്നിൽ പ്രഭയായി ചൊരിയേണം. അനന്തമല്ലോ നിൻ കാരുണ്യം, അപാരമല്ലോ നിൻ സ്നേഹം. കർത്താവേ, നിൻ കരുണാവർഷം കനലായി തെളിയേണം, എന്നിൽ പ്രഭയായി ചൊരിയേണം. ആനന്ദമല്ലോ നിൻ കാരുണ്യം, അപാരമല്ലോ നിൻ സ്നേഹം. കർത്താവേ, നിൻ കരുണാവർഷം കനലായി തെളിയേണം, എന്നിൽ പ്രഭയായി ചൊരിയേണം. നാം എല്ലാം നിരന്തരം അനുഭവിക്കുന്നത് ദൈവത്തിന്റെ ഔദാര്യമായ സ്നേഹമാണ്. പക്ഷെ അത് പലപ്പോഴും നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഈ തിരിച്ചറിവ് നമുക്ക് ലഭിക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ നിങ്ങളോടൊപ്പം തിരുവചനവുമായി യാത്ര ചെയ്യുക.
വില്യം റോബർട്ട് റോസ് എന്ന് പറയുന്ന വിഖ്യാതനായിട്ടുള്ള ഒരു ആംഗലേയ സാഹിത്യകാരനുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ചെറുകഥയാണ് ടു ഫൂട്സ് അഥവാ 2 പാദങ്ങൾ. അദ്ദേഹം കഥ ഇങ്ങനെ തുടരുന്നു. എമ്മാനുവേൽ എന്നാണ് കഥാനായകന്റെ പേര്. ധനാഢ്യൻ, കുന്നുപോലെ സമൃദ്ധമായി സമ്പത്ത് കുമിഞ്ഞുകൂടിയ വലിയ വ്യാപാരി. ആ സന്തോഷത്തിൽ മതിമറന്ന് ഒരിക്കൽ അദ്ദേഹം ഒരു കടൽ തീരത്തുകൂടി യാത്ര ചെയ്യുകയാണ്. കടൽ തീരത്തുകൂടി ആടിപ്പാടി മുമ്പോട്ട് നീങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ സിഗരറ്റ് പാക്കറ്റ് വിറകിലേക്ക് വീണുപോയി. അതെടുക്കാൻ വേണ്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ തന്റെ പാദങ്ങൾക്ക് സമാന്തരമായി തന്നെ 2 പാദങ്ങൾ കൂടി ഇങ്ങനെ പിന്നാലെ കാണുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട നമ്മുടെ എഫാത്തായുടെ ആധ്യാത്മിക പിതാവായ ചാണ്ടിയച്ഛൻ ഈ കഴിഞ്ഞ ദിവസം ഇത് ഇവിടെ നമ്മളുമായി പങ്കുവച്ചതാണ്. അങ്ങനെ 2 പാദങ്ങളെ അദ്ദേഹത്തിന്റെ പിന്നാലെ കാണുകയാണ്. അദ്ദേഹത്തിന് സംശയമായി. അദ്ദേഹം സൂക്ഷിച്ചു നോക്കി, ആരാണ് എന്റെ പിന്നാലെ വരുന്നത്? ആരെയും കാണുന്നുമില്ല. അദ്ദേഹം വിളിച്ചു ചോദിക്കുന്നു, ആരാണ് എന്റെ പിന്നാലെ വരുന്നത്? എനിക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ വിദൂരത്തിൽ നിന്നൊരു അശരീരി അയാൾ കേൾക്കുകയാണ്, മകനെ, ഇത് ഞാനാണ്, എന്റെ പാദങ്ങളാണ് നീ കാണുന്നത്. ഞാൻ നിന്റെ ദൈവം, നിന്നെ പരിപാലിക്കുന്ന ദൈവം. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. അദ്ദേഹം സന്തോഷത്തിന്റെ ആധിക്യത്തിൽ തിമിർത്ത് കൂത്താടി. അയാൾ ഉള്ളതെല്ലാം നശിപ്പിച്ചു. അയാൾ പോകാത്ത വഴികളില്ല, ചെയ്യാത്ത വൃത്തികേടുകളില്ല, അയാൾ നടക്കാത്ത ഹീനമായ വീഥികളില്ല. എല്ലാ സ്ഥലത്തുകൂടിയും അയാൾ നടന്ന് തന്റെ സമ്പത്തുകളെല്ലാം വർഷങ്ങൾ കൊണ്ട് ധൂർത്തടിച്ച് നശിച്ചു. അയാൾ ഒന്നുമില്ലാത്ത നിസ്വനായി മാറുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂട്ടുകാരെല്ലാം അദ്ദേഹത്തെ വെറുത്തു, അദ്ദേഹത്തിന്റെ ഭാര്യ വെറുത്തു, അദ്ദേഹത്തിന്റെ മക്കൾ വെറുത്തു, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെല്ലാം അദ്ദേഹത്തെ വെറുത്തു. ഇനി ഒരു മാർഗം മാത്രമേ ഉള്ളൂ, ആത്മഹത്യ ചെയ്യുക. അതാണല്ലോ ഇപ്പൊ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നത്. കടം കയറിയാലും എന്ത് ചെയ്താലും ആത്മഹത്യ ചെയ്യുക, അതല്ല പ്രവണതയായി മാറിയിരിക്കുക. ദൈവം തന്നിരിക്കുന്ന ജീവൻ എടുക്കാൻ ആർക്കും അധികാരമില്ല, ദൈവത്തിനല്ലാതെ. ഈ തിരിച്ചറിവ് നമുക്കുണ്ടായാൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക പോലുമില്ല, പ്രിയപ്പെട്ടവരെ. അപ്പോ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. പണ്ട് പോയ ആ കടൽ തീരത്തുകൂടി സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹം, അവിടെ ഒരു കടൽപ്പാലമുണ്ട്, അതിൽ കയറി താഴേക്ക് വീണാൽ പിന്നെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറയുന്ന പരസ്യം പോലെയാവും. അദ്ദേഹം അതിനുവേണ്ടി ആ കടൽ തീരത്തുകൂടി നടക്കുകയാണ്. ആ പാലത്തിന്റെ അടുത്ത്, കടൽ പാലത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം പണ്ട് ഇങ്ങനെ ഒരു അശരീരി ഉണ്ടായത് കേൾക്കുകയാണ്. അയാൾ ഓർക്കുകയാണ്. അയാൾ തിരിഞ്ഞു നോക്കി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ 2 പാദങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ 2 പാദങ്ങൾ കൂടി കാണാനില്ല. അദ്ദേഹം ആക്രോശിച്ചു, ദൈവത്തോട് ആക്രോശിച്ചു. എവിടെയാണ് ദൈവം? എന്റെ സമ്പന്നതയിൽ, എന്റെ ധനാഠ്യതയിൽ എനിക്ക് കൂടെ നടന്ന ദൈവം എവിടെ? എന്നെ ഉപേക്ഷിച്ചിട്ട് എവിടെ പോയി? അദ്ദേഹം ആക്രോശിക്കുകയാണ്. ഇതാണ് ഞാൻ പറയുന്നത്, ദൈവം എന്നുള്ള ഒരു സംഗതിയില്ല. ഇതെല്ലാം നമ്മുടെ ചിന്തകൾക്ക് അധീനമാണ്. ചിന്തകൾക്ക് അതീതമായി ചിന്തിച്ചാൽ ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല. അദ്ദേഹം എന്തൊക്കെയോ ആക്രോശിക്കുകയാണ്. അപ്പോൾ വിദൂരതയിൽ നിന്ന് വീണ്ടും ഒരു ശബ്ദം അദ്ദേഹത്തിന്റെ ചെവികളിൽ മുഴങ്ങുകയാണ്. മകനെ, നീ ഇപ്പോൾ നിന്റെ പിന്നിൽ കാണുന്നത് നിന്റെ പാദങ്ങളല്ല, അതെന്റെ പാദങ്ങളാണ്. നിന്നെ സ്നേഹിക്കുന്ന, പരിപാലിക്കുന്ന നിന്റെ ദൈവത്തിന്റെ പാദങ്ങളാണ് കാണുന്നത്. നീ ഇപ്പോൾ എന്റെ കരങ്ങളിലാണ് മകനെ എന്ന്. അതാണ് ദൈവത്തിന്റെ സ്നേഹം. നീ ഇപ്പോൾ എന്റെ കരങ്ങളിലാണ് മകനെ എന്നാണ്. നീണ്ട 38 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ നിന്നും എന്റെ മെമ്പർഷിപ്പ് പുതുക്കി തിരിച്ചു വരുമ്പോൾ കോഴിക്കോട് മാവൂർ റോഡിൽ നിന്നിട്ട്, അന്ന് വണ്ടികൾ വളരെ കുറവാണ്, നമ്മൾക്കെല്ലാം അറിയാം. മുക്കത്തേക്കൊരു ബസ് മാത്രമേ ഉള്ളൂ. അപൂർവം ചില വണ്ടികൾ വേറെയുണ്ട്. അപ്പൊ ഞാൻ വരുമ്പോ മുക്കത്തേക്കൊരു ബസ് കുത്തി നിറച്ച ആളുകളുമായി പാഞ്ഞു വരികയാണ്. ഞാൻ എന്തായാലും എനിക്ക് വരാനുള്ള ആവേശത്താൽ ഞാൻ കൈ കാണിച്ചു. വണ്ടി ഞെരുങ്ങി കുറച്ച് മുമ്പോട്ട് മാറി അവിടെ സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു. അപ്പോ എനിക്ക് തൊട്ടു പിന്നാലെ ഒരു പ്രായമുള്ള ആള്, ഒരു വയസ്സൻ പറഞ്ഞാൽ താടി മുടിയൊക്കെ നീട്ടി ഒരു മുഷിഞ്ഞ തോർത്തുകൊണ്ട് ശരീരം മറച്ച് ഒരു എല്ലിച്ച രൂപം, ഒരു വടിയും കുത്തി എന്റെ ഷർട്ടിന് പിന്നാലെ പിടിച്ചു മോനെ വിളിച്ചു, മോനെ ഈ ലോട്ടറി ടിക്കറ്റ് ഒന്ന് നോക്കി തരുമോ എന്ന് ചോദിച്ചു.
അപ്പൊ എനിക്ക് എന്റെ ബസ്സിന് പോകണം, ഇയാളുടെ ലോട്ടറി ടിക്കറ്റ് നോക്കണം, ഏതാണ് ഞാൻ ചെയ്യേണ്ടത്? ഞാൻ ആകെ എനിക്ക് ആകെപ്പാടെ വിഷമമായി. അങ്ങനെ ഞാൻ ഒരു പാതി മനസ്സോടെ ഇദ്ദേഹത്തിന്റെ കൈകളിൽ നിന്നിട്ട് ആ ലോട്ടറി ടിക്കറ്റ് വാങ്ങി. അപ്പോൾ ആരെങ്കിലും ഒരാളെ സഹായിച്ചാൽ അത്രയും സന്തോഷമാണല്ലോ നമുക്കുണ്ടാവുക. ആ സന്തോഷത്തിന്റെ നേരിയ ലാഞ്ചന മാത്രമാണ് എനിക്കപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, തന്നോളൂ, ഞാൻ നോക്കാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എന്റെ ബസ് ഡബിൾ അടിച്ചു പോവുകയും ചെയ്തു. അയാൾ എന്റെ കൈവശം ഈ ലോട്ടറി ടിക്കറ്റ് തന്നിട്ട് അയാൾ ആത്മകഥം എന്നോണം പറയുകയാ, ഒന്നും ഇല്ല അല്ലേ മകനെ. അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ കളിപ്പിക്കാനായിട്ട് എന്തോ ചെയ്ത വേലയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നും ഇല്ല അല്ലേ മകനെ എന്ന് പറഞ്ഞു. അയാളെ കുറച്ചങ്ങ് മാറി അപ്രത്യക്ഷനായി. പിന്നെ കണ്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഞാൻ കുറെ സമയങ്ങൾക്ക് ശേഷം അടുത്ത ബസ്സിന് ഞാൻ മുക്കത്തേക്ക് വരികയാണ്. മുക്കത്തേക്ക് വരുമ്പോ ഇങ്ങോട്ട് വരുമ്പോ കളന്തോടിന്റെ വലതുഭാഗത്തുനിന്ന് പൊയിലാണ്, എന്ന് വെച്ചാൽ വയലാണ്. ആ വയലിലേക്ക് ഞാൻ കൈ കാണിച്ച വണ്ടി തിരിഞ്ഞു മറിഞ്ഞ് അതിന്റെ എല്ലാ ചക്രങ്ങളും മുകളിലാക്കി കിടക്കുകയാണ്. അതിന്റെ ഏറ്റവും ബാക്കിലുണ്ടായിരുന്ന രണ്ടുപേർ തൽക്ഷണം മൃതിയടഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതിലൊരാള് ഞാനായിരുന്നു ആ ബസ്സിന് പോന്നിരുന്നെങ്കിൽ പിറ്റേ ദിവസത്തെ പ്രഭാതത്തിന്റെ ദിനപത്രം എന്റെ ഫോട്ടോ ഉൾപ്പെടെ കൂമ്പാറ ബേബി അന്തരിച്ചു, അല്ലെങ്കിൽ ബസ് ആക്സിഡന്റിൽ മരിച്ചു എന്നുള്ള വാർത്തയോടുകൂടിയാവാം പിറ്റേ ദിവസം സുപ്രഭാതം നിങ്ങൾ ദർശിക്കുണ്ടാവുക. പക്ഷേ എന്റെ പരിശുദ്ധനായ ദൈവം എന്നെ അവിടെ ഒരു മനുഷ്യന്റെ ഒരു പ്രായമുള്ള ഒരു മനുഷ്യന്റെ രൂപത്തിൽ വന്ന് എന്നെ രക്ഷപ്പെടുത്തുകയാണ്. എനിക്ക് ദൈവത്തിന്റെ 100 അനുഭവങ്ങളുമായിട്ടാണ് ഞാൻ നിൽക്കുക. എന്റെ എല്ലാ സുഖങ്ങളും, എന്റെ എല്ലാ സമ്പത്തും, എന്റെ എല്ലാ ഐശ്വര്യങ്ങളും, അതിനെല്ലാം കാരണക്കാരൻ എന്റെ സ്വർഗസ്ഥനായ പിതാവ് മാത്രമാണ്. വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ 22-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളിൽ ഇങ്ങനെ പറയുന്നു: പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാണ്, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അതെ, ഞാൻ മുഴുവനും നിന്റേതു മാത്രമാ, നിനക്ക് വേണ്ടി എന്നെ മുഴുവനായി മുറിച്ചു തരാനും ഞാൻ ഒരുക്കമാണെന്ന് പറയുന്ന ആ നല്ല പിതാവിന്റെ സ്നേഹം, അത് മാത്രം പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ നിമിഷം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഇവിടെ നിൽക്കുക. തിബേരിയസ് കടൽ തീരത്ത് വെച്ച് വിശന്നു പരവശരായ ശിഷ്യന്മാർക്ക് വിരുന്നൊരുക്കി കാത്തിരിക്കുന്ന മനോഹരമായ ഒരു വാഗ്മയ ചിത്രം വിശുദ്ധ ബൈബിളിൽ കാണാം. വെളുക്കുവോളം വലയെറിഞ്ഞിട്ട് ഒരു പരൽമീൻ പോലും കിട്ടാതെ വിഷമിച്ചു നിന്നപ്പോൾ ശിഷ്യന്മാരുടെ അടുത്തേക്ക് കർത്താവ് അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് പറഞ്ഞു, മക്കളെ, ചാണ്ടിയച്ചൻ വിളിക്കുന്ന പോലെ വിളിച്ചു, മക്കളെ, നിങ്ങൾ ആ തോണിയുടെ വലതുഭാഗത്ത്, വഞ്ചിയുടെ വലതുഭാഗത്ത് വലയിറക്കുക. അവർ നമ്മുടെ വാക്കുകൾ കേട്ട്, പിതാവിന്റെ വാക്കുകൾ കേട്ട്, ഗുരുവിന്റെ വാക്കുകൾ കേട്ട്, പരിശുദ്ധനായ ദൈവത്തിന്റെ വാക്കുകൾ കേട്ട് അവനനുസരിച്ചു. ആ വലതുഭാഗത്ത് വലയിറക്കുകയാണ്. അതിൽ വലിച്ചു കയറ്റിയപ്പോൾ 153 മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. അത് വലിച്ചു കയറ്റാൻ നമ്മുടെ പ്രിയപ്പെട്ട പത്രോസ് പാടുപെട്ട് എടുത്തു ചാടുകയാണ്. കടലിലേക്ക് എടുത്തു ചാടി മുഴുവൻ തലയും ശരീരവും മുഴുവൻ നനഞ്ഞു കുതിർന്ന് അദ്ദേഹം വഞ്ചിക്കരികിലേക്ക് വന്നപ്പോ കർത്താവ് ഒരു വലിയ സ്നേഹം ചെയ്യുന്ന ഒരു സംഭവം കാണാം. ഇവിടെ അടുത്തു വരൂ മകനെ എന്ന് പറഞ്ഞ് പത്രോസിനെ അടുത്ത് വിളിച്ചു വരുത്തി കർത്താവിന്റെ മേലങ്കി കൊണ്ട് പത്രോസിന്റെ ശിരസ് തുടയ്ക്കുന്ന മനോഹരമായൊരു ദൃശ്യം. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ദൃശ്യമാണ്. ആ അമ്മയുടെ സ്നേഹം, ഒരമ്മ ചെയ്യുന്ന സ്നേഹമാണത്. അതാണ് അമ്മയെ പോലെ, പെറ്റമ്മയെ പോലെ കാത്തിരിക്കുന്നെന്റെ ദൈവം. ജോസ്നമോള് കുറച്ചു മുമ്പേ പാടിയത് തന്നെയാണ്. അമ്മയെ പോലെ, പെറ്റമ്മയെ പോലെ കാത്തിരിക്കുന്നെന്റെ ദൈവം. ഞാൻ വിശക്കുമ്പോൾ പ്രാതലൊരുക്കി കാത്തിരിക്കുന്നെന്റെ ദൈവം. ഞാൻ വിശക്കുമ്പോൾ പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാവ്. നമ്മുടെ എല്ലാ മാതാക്കൾ അങ്ങനെ തന്നെയാവാം, അമ്മമാർ അങ്ങനെ തന്നെയാവാം. പക്ഷെ ഇപ്പൊ അങ്ങനെയാണെന്നൊരു സംശയമുണ്ട്. കാരണം ഇപ്പോ
പയ്യൻ വീട്ടിൽ വരണമെങ്കിൽ ചിലപ്പോൾ 12 മണി രാത്രിയൊക്കെ ആവും. അവൻ എവിടെയെങ്കിലും പോയിട്ട് ഒരു സ്മോളൊക്കെ അടിച്ച് അങ്ങനെ ആഘോഷിച്ചിട്ടായിരിക്കും വരും. അപ്പോൾ കാത്തിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നേരം വെളുക്കുമെന്ന് അമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ട് അമ്മ നേരത്തെ ചിലപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും കിടക്കുക. ഇതിനെന്തായാലും അപ്പൊ എന്തായാലും അങ്ങനെ ഒരു മനോഹരമായ ദൃശ്യം ബൈബിളിൽ കാണാം. ജോയി ഒന്ന് പാടും. എന്റെ വിശപ്പ് തീർക്കാനായിട്ട് കാത്തിരിക്കുന്ന ഒരു ദൈവം നമുക്ക് മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. ദൈവം അവിടെ കാത്തിരിക്കുകയാണ്, തന്റെ മക്കൾക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിക്കുകയാണ്. പത്രോസിന്റെ ശിരസ് തുടയ്ക്കുമ്പോ തമ്പുരാൻ അറിയാം, ഇവൻ എന്നെ അറിയില്ല എന്ന് തള്ളിപ്പറയും. 3 വട്ടം ഇവൻ എന്നെ അറിയില്ല, ഇവനെ ഞാൻ. അതാണ് അന്ന് കർത്താവിനെ അറിയുമോ, കർത്താവിനെ കുരിശേറ്റാൻ കൊണ്ടുപോകുമ്പോൾ ഒരു സ്ത്രീ പറയുകയുണ്ടായി, ഇവനും അവന്റെ കൂടെയുള്ളവനല്ലേ. അപ്പോ പത്രോസ് പറയുന്നു, ഞാൻ അവനെ അറിയ പോലുമില്ല, ഞാൻ അവനെ കണ്ടിട്ട് പോലുമില്ല. വളരെ എന്ത് ലാഘവത്തോടെയാ പറയുന്നത്, ഞാൻ അവനെ അറിയുക പോലുമില്ല എന്ന്. ഇത് തമ്പുരാൻ അറിയാം, നമ്മുടെ പ്രിയപ്പെട്ട തമ്പുരാൻ അറിയാം ഇവൻ എന്നെ തള്ളി പറയുമെന്ന്. ആ അറിയാവുന്ന പൊന്നു തമ്പുരാനാണ് സ്വന്തം അമ്മയെ പോലെ തന്റെ നെഞ്ചോട് ചേർത്തു വെച്ച് അവന്റെ ശിരസ് തന്റെ മേലങ്കി കൊണ്ട് തുടയ്ക്കുന്ന ഒരു നല്ല തമ്പുരാൻ. ഞാൻ വിശക്കുമ്പോ പ്രാതലോ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭാഗമുള്ളത് അവസാനത്തെ അത്താഴ വിരുന്നില് എന്നെ ഇവൻ വഞ്ചിക്കും, യൂദാസ് വഞ്ചിക്കുമെന്ന് അറിഞ്ഞിട്ടും അവന്റെ പാദങ്ങൾ കഴുകി ചുംബിക്കുന്ന ഒരു ദൈവം നമുക്കല്ലാതെ മറ്റാർക്കുണ്ട് പ്രിയപ്പെട്ടവര്? അവസാന അത്താഴ വിരുന്നിൽ അവൻ എന്നെ വിരുന്നോടുമ്പോഴും എന്നിൽ നുരയായി ഉയരുന്ന കാണാതെ അവനെന്റെ പാദങ്ങൾ കഴുകി. അടുത്ത ദിവസം തന്നെ തള്ളിപ്പറയുമെന്ന്, അല്ലെങ്കിൽ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന്, യൂദാസ് ഒറ്റിക്കൊടുക്കുമെന്ന് നമ്മുടെ കർത്താവായ ദൈവത്തിന് അറിയാമായിരുന്നു. എന്നിട്ടും അവന്റെ പാദങ്ങൾ, ദുഷ്ടനും നീചനുമായ അവന്റെ പാദങ്ങൾ കഴുകി ചുംബിക്കുന്ന ഒരു ദൈവത്തിന്റെ ചിത്രം അത് നമ്മുടെ മനസ്സിൽ ഓർക്കേണ്ടതാണ്. അങ്ങനെ അവനെ കാല് കഴുകി ചുംബിക്കുന്ന ആ ദൈവം ഒരമ്മയ്ക്ക് തുല്യനാണ്. ഞാൻ പറയാം, എനിക്കും ഒരു അമ്മയുണ്ടായി, അമ്മയുണ്ട്. എന്റെ ബാല്യത്തിൽ എന്റെ അമ്മ എന്നെ മോനെ എന്ന് വിളിച്ചിട്ടുള്ള ഒരു ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എടാ ബേബി എന്ന് വിളിക്കും. അത് സ്നേഹമില്ലാഞ്ഞിട്ടായിരുന്നില്ല എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അന്ന് എനിക്ക് വിചാരിച്ചത് എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടാണ്, എന്റെ അമ്മയ്ക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടാണ് എന്നെ വിളിക്കാത്തതെന്നാണ്. അപ്പോ ഞാൻ 9ൽ പഠിക്കുമ്പോൾ എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് എനിക്ക് പോകേണ്ടതായി വന്നു. ഉച്ചയ്ക്ക് അവരെന്നെ വിളിച്ചു, നീയും കൂടി വാ, നമ്മുടെ വീട്ടിൽ പോവാം എന്ന് പറഞ്ഞു. ഞാനന്ന് ഈ പാട്ടും പരിപാടിയൊക്കെയുള്ള ജോലിക്കൊക്കെ അറിയാം. അപ്പോ ഉള്ളതുകൊണ്ട് എന്നെ വിളിച്ചുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് പോയി. അവന്റെ വീടിന്റെ അല്പം താഴെ റോഡാണ്. ആ റോഡിൽ ചെന്നപ്പോ ഒരു ചാറ്റൽ മഴ പെയ്ത് ഞങ്ങൾ രണ്ടുപേരുടെയും ശിരസ് അല്പാൽപ്പം നനഞ്ഞു. വീട്ടിലേക്ക് ഓടിക്കയറി. അപ്പോ വീടിന്റെ മുൻവശത്ത് അവന്റെ അമ്മ കാത്തു നിൽക്കുകയാണ്. അവനെ കണ്ടപാടെ പിടിച്ച് ഈ സാരി തലപ്പ് കൊണ്ട് അവന്റെ തല തുടച്ചു കൊടുക്കുന്ന ഒരു സംഭവം, ഒരു രംഗം എന്റെ മനസ്സ് നിറച്ചു, എന്റെ കണ്ണ് നിറഞ്ഞു.
എന്റെ ദൈവമേ, എന്റെ അമ്മയും എന്നെ ഇങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു പോയി. പ്രിയപ്പെട്ട മാതാക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുട്ടികൾക്ക് അർഹിക്കുന്ന സ്നേഹം കൊടുക്കുക എന്ന് മാത്രമല്ല, അവർ പ്രകടമായി സ്നേഹം കൊടുക്കുക. നിങ്ങൾക്ക് സ്നേഹമുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. മാതാപിതാക്കൾക്കൊക്കെ കുട്ടികളോട് സ്നേഹമുണ്ടാവും. ഉണ്ടാവാത്തൊരു മാതാപിതാക്കളുമില്ല. ഇല്ലാത്ത മാതാക്കളുണ്ട്, ഞാൻ അങ്ങോട്ട് വരാം. പക്ഷെ ഇവിടെ നാം എല്ലാം സ്നേഹം പ്രകടമാക്കണം. എന്റെ പൊന്നു കുട്ട എന്ന് വിളിച്ച് അവനെ നെഞ്ചോട് ചേർത്ത് അവന്റെ നെറുകയിൽ ഒരു ഉമ്മ കൊടുക്കാൻ, അല്ലെങ്കിൽ മോനെ പൊന്നാര കുട്ട എന്ന് വിളിച്ച് അവനെ ഒന്ന് തലോടാൻ. അവൻ പ്രായമായിക്കോട്ടെ, വിൽസൺ ചേട്ടൻ അത്രയും പ്രായമായിക്കോട്ടെ, എന്നാൽ എന്താ, അമ്മയ്ക്ക് വിൽസൺ ചേട്ടൻ മോനാ, പ്രായമൊന്നും പ്രശ്നമില്ല. നമ്മുടെ ചാണ്ടിയച്ഛനും അമ്മയ്ക്കും മോനാണ്. മോനെ ചാണ്ടിക്കുട്ട ഇങ്ങോട്ട് വാ, ഞാൻ തലോടട്ടെ എന്ന് പറയുന്നൊരമ്മ ചാണ്ടിയച്ഛനെ അമ്മ അച്ഛാന്ന് വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്റെ മോനുണ്ട്, എല്ലാവരും ഞങ്ങൾ മോനെ എന്നാ സാറിനെ വിളിക്കുക. അപ്പോ ചാണ്ടിയച്ഛന്റെ അമ്മയും അങ്ങനെയായിരിക്കും വിളിച്ചിരിക്കുക. മോനെ ചാണ്ടിക്കുട്ട അങ്ങ് വാ എന്ന് പറഞ്ഞിട്ട് തലോടുന്ന, ഇപ്പോഴായാലും തലോടുന്ന ഒരമ്മ. ആ പ്രകടമായ സ്നേഹം കിട്ടാതെ വലഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഞാൻ. അതുകൊണ്ടാവാം എനിക്ക് ഒരുപക്ഷെ പ്രഭാത ഹിമഗണം പോലെ പരിശുദ്ധയാണെന്നമ്മ, പ്രപഞ്ച സൃഷ്ടികളിൽ ദേവി പൂനില പ്രതിരൂപം അമ്മ എന്നൊക്കെ എനിക്ക് എഴുതാൻ എനിക്ക് പ്രചോദനം കിട്ടിയത് ഒരുപക്ഷെ അമ്മയുടെ പ്രകടമായ സ്നേഹം ഞാൻ അനുഭവിക്കാത്തതുകൊണ്ടാവാം. എന്നോട് ധാരാളം സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. അത് എനിക്ക് അനുഭവവേദ്യമായിട്ടുണ്ട് പിൽക്കാലത്ത്. പക്ഷേ അറിവ് വെക്കുന്ന കാലത്ത് ഈ മാതാവിന് സ്നേഹം കൊടുക്കാൻ, അത് പ്രകടമാക്കി കൊടുക്കാൻ കഴിയണം. അങ്ങനെ പ്രകടമാക്കുന്ന കുട്ടികൾ ഒരിക്കലും വഴിതെറ്റില്ല. നമ്മൾ സ്നേഹം വാരിക്കോരി കൊടുത്താൽ ഒരിക്കലും ആ കുട്ടികൾ വഴിതെറ്റിപ്പോവില്ല. എന്റെ മോൻ അച്ഛൻ ഇപ്പൊ വീട്ടിൽ വന്നാലും ഞങ്ങള് 2 പാത്രത്തിൽ ചോറെടുത്താൽ 1 പാത്രത്തിൽ കറി എടുത്തിട്ട് ഞങ്ങളിട്ട് ഒന്നിച്ചാ കഴിക്കുക. മോള് വന്നാലും അതെ. അപ്പോ എനിക്ക് കിട്ടാത്ത സ്നേഹം, എനിക്ക് അമ്മയുടെ അടുത്ത് നിന്ന് കിട്ടാത്ത സ്നേഹം ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കൾക്ക് വാരിക്കോരി കൊടുത്തിട്ടുണ്ട്, കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രകടമായ സ്നേഹം കുട്ടികൾക്ക് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതാണ് ഈ അവസാന അത്താഴ വിരുന്നിൽ അവൻ എന്നെ വിരുന്ന് വിട്ട സമയത്ത് പോലും ഞാൻ അവനെ ഒറ്റിക്കൊടുക്കുമെന്നറി നമ്മുടെ അമ്മമാര് എത്ര പേരുണ്ട്. എനിക്ക് എന്റെ മകൻ എന്നെ അടുത്ത ദിവസം വൃദ്ധസദനത്തിൽ കൊണ്ടുയാക്കും, അവന് ഞാൻ ഒരു ഉമ്മയും കൂടെ കൊടുത്തേക്കാം എന്ന് വിചാരിക്കുന്ന എത്ര മാതാക്കളുണ്ട്. ഒരമ്മമാർ പോലും ഉണ്ടാവില്ല. അപ്പോ കർത്താവ് നോക്കൂ, അവൻ എന്നെ അടുത്ത ദിവസം ഒറ്റിക്കൊടുക്കും. 30 വെള്ളിക്കാശിന് എന്റെ രക്തം ഇവൻ ഒറ്റിക്കൊടുക്കുമെന്ന് അറിയാവുന്ന പ്രിയപ്പെട്ട ദൈവം. അതാണ് പറയുന്നത്, അവസാന അത്താഴ വിരുന്നിൽ അവൻ എന്നെ വിരുന്നൂട്ടുമ്പോഴും മകനെ നീ കഴിച്ചോളൂ, നീ ധാരാളമായി കഴിച്ചോളൂ, എന്റെ അവസാനത്തെ അത്താഴ വിരുന്നാണിത്, നീ മൃഷ്ടാനമായി കഴിച്ചോളൂ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ തലോടിക്കൊണ്ട് അവസാന അത്താഴ വിരുന്നിൽ അവൻ എന്നെ വിരുന്നൂട്ടുമ്പോഴും പകയെന്നിൽ നുരയായി ഉയരുന്ന കാണാതെ അവൻ എന്റെ പാദങ്ങൾ കഴുകി. പകയെന്നിൽ നുരയായി ഉയരുന്ന കാണാതെ അവൻ എന്റെ പാദങ്ങൾ കഴുകി. അതാണ് ഹോസിയ 11:4 പറയുന്നത്. ശൈല ഒന്ന് വായിക്കുമോ? കരുണയുടെ കയർ പിടിച്ച് ഞാൻ അവരെ നയിച്ചു, സ്നേഹത്തിന്റെ കയർ തന്നെ ഞാൻ അവർക്ക് താടിയെല്ലിൽ നിന്ന് നുകം അയച്ചു കൊടുക്കുന്നവനായി. കരുണയുടെ കയർ പിടിച്ച് ഞാൻ നിന്നെ നയിക്കും, സ്നേഹത്തിന്റെ നൂലിൽ ബന്ധിച്ച് ഞാൻ നിന്റെ കൂടെ നടക്കും. ഒരു നൂല് കൊണ്ട് ഞാനും നീയും ബന്ധിച്ച് ഞാനും നമ്മൾ തമ്മിൽ ബന്ധിച്ച് നടക്കും. നീ എവിടെ വീണാലും ഞാനും വീഴും. അപ്പോ ഞാൻ ദൈവമായതുകൊണ്ട് നീ വീഴില്ല. അതാണ് പറയുന്നത്. കരുണയുടെ കയർ പിടിച്ച് ഞാൻ അവരെ നയിച്ചു, സ്നേഹത്തിന്റെ കയർ തന്നെ ഞാൻ അവർക്ക് താടിയെല്ലിൽ നിന്ന് നുകം അയച്ചു കൊടുക്കുന്നവനായി ഞാൻ കുനിഞ്ഞ് അവർക്ക് ഭക്ഷണം നൽകി. അതാണ് കരുണയുടെ കയർ പിടിച്ച് ഞാൻ നിന്നെ നയിക്കും, സ്നേഹത്തിന്റെ നൂലിൽ ബന്ധിച്ച് ഞാൻ നിന്റെ കൂടെ നടക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കൊടുങ്കാറ്റടിക്കുന്ന ക്ഷുഭിതമായ സമുദ്രത്തിലൂടെയും അഗ്നി പരീക്ഷകളിലൂടെയും നീ കടന്നുപോകും, ഭയപ്പെടേണ്ട, അപ്പോഴെല്ലാം നിന്റെ രക്ഷകനായി ഞാനുണ്ട്. നോക്കൂ, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പാരമ്യം അനന്തമാണ്, അളവുകളില്ലാത്തതാണ്. എന്റെ ഒരു സുഹൃത്ത് മധ്യപ്രദേശില് ഒരു പോലീസ് സബ് ഇൻസ്പെക്ടർ ആയിരുന്നു.
അദ്ദേഹത്തിന് 2 മക്കള്, ഒരാണും ഒരു പെണ്ണും. ആൺകുട്ടി വളരെ മിടുക്കനായിരുന്നു. അവൻ പഠിക്കാൻ മിടുക്കൻ, വളരെ സമൃദ്ധൻ. എന്തോ ഒരു ദിവസം അവന് പ്രത്യേകിച്ച് പെട്ടെന്നൊരു പനിയുണ്ടായി, അവൻ മരിക്കുകയാണ്. 2 കുട്ടികളെ ഉള്ളൂ മൂത്തവൻ. അപ്പൊ അതിനു മുമ്പ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഈ 2ാമത്തെ കുട്ടിയെ പ്രസവിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഇനിയൊരു പ്രസവം നിങ്ങളുടെ ഭാര്യയ്ക്ക് പാടില്ല. അങ്ങനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഭാര്യ അല്ലെങ്കിൽ കുട്ടി ആരെങ്കിലും ഒരാളെ ഉണ്ടാവുമെന്ന്. അങ്ങനെ എന്തായാലും ഈ കുട്ടി മരിച്ചു. അയാൾ ഭയങ്കര ഡെസ്പായി പോയി. അയാൾ നിരാശനായി. അയാൾ നിരാശയുടെ പടുകുഴിയിലേക്ക് വീണു. അപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ വലിയ വിശ്വാസിയായിരുന്നു. അവരിങ്ങനെ തമ്പുരാനോട് എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, തമ്പുരാനെ എനിക്ക് ഒരു കുട്ടിയെ കൂടി തരണേ എന്ന്. എന്തായാലും അയാളുടെ കുറെ കാലങ്ങൾക്ക് ശേഷം ആ ഭാര്യ വീണ്ടും ഗർഭിണിയായി. അവർ 2 ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ അയാൾക്ക് സന്തോഷമായാലും അയാൾക്കൊരു നീറ്റൽ അയാളുടെ മനസ്സിലുണ്ട് താനും. എന്തായാലും അവരുടെ പ്രസവമെടുത്തു, അവർ പ്രസവിച്ചു 2 ആൺകുട്ടികൾ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് അസാധ്യമായിട്ടില്ല ഒന്നുമില്ല എന്നുള്ളതിന്റെ വസ്തുത, അന്യായമായ ചിത്രമാണ് ഇവിടെ ഞാൻ എടുത്തു കാണിക്കുക. ദൈവം നമ്മോട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്റെ ദുഃഖം എന്നെ അസ്വസ്ഥനാക്കുന്നു. നിന്റെ എല്ലാ വേദനകളും നിനക്ക് നന്മയായി ഞാൻ മാറ്റും. നിന്നെ എപ്പോഴും ഓർക്കുവാനായി, കാണുവാനായി ഇതാ ഞാൻ എന്റെ ഉള്ളം കയ്യിൽ നിന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയ മകനെ, മകളെ, എന്റെ ജീവനേക്കാളുപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യേശയ്യ 49-ാം അധ്യായത്തിൽ 15 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളിൽ ഇങ്ങനെ പറയുന്നു. ശൈല വായിക്കും. ഇങ്ങനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ നിന്നെ ഞാൻ എന്റെ ഉള്ളം കയ്യിൽ സൂക്ഷിക്കുന്നു, രേഖപ്പെടുത്തിയിരിക്കുന്നു. അതെ, നീ എന്റെ കൈകളിൽ സുരക്ഷിതനാണ്. പെറ്റമ്മയ്ക്ക് ഒരു പക്ഷേ നിന്നെ മറക്കാം, പക്ഷെ ഒരിക്കലും ഞാൻ നിന്നെ മറക്കുകയില്ല. പെറ്റമ്മ മറക്കും എന്ന് പറയുന്നതിന് ഒരുപാട് തെളിവുകൾ ഇപ്പോ ദിനപത്രങ്ങൾ ധാരാളമായി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാം ശാരീരിക സുഖങ്ങൾക്ക് വേണ്ടി ഒരു കാമുകന്റെ കൂടെ 2-3 മക്കളെ ഉപേക്ഷിച്ചു പോകുന്ന എത്രയോ മാതാക്കളെ അറിയാം. ഇനി ഒന്നും വേണ്ട, തമിഴ്നാട്ടിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഉസിലംപെട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഉസിലംപെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് 2ാമത് പിറക്കുന്ന പെൺകുട്ടിയായാൽ അതിനെ നിഷ്കരുണം അവർ കൊല്ലുന്ന ഒരു പ്രാകൃത നിയമം അവിടെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അവര് ഗർഭിണിയായ സ്ത്രീ പ്രസവിക്കാനാകുമ്പോൾ ഒരു പാട്ട കഷ്ണങ്ങൾ കൊണ്ട്, അതായത് തകരപ്പാളികൾ കൊണ്ട് മെടഞ്ഞു മേഞ്ഞ ഒരു സൂതികാലയത്തിലേക്ക്, ഒരു ഗർഭം നടക്കാനുള്ള ഒരു സ്ഥലത്തേക്ക് അവർ മാറ്റും. എന്നിട്ട് അതിനൊരു വാതിലുണ്ട്. ആ വാതിലിന്റെ അടുത്ത് ഭർത്താവിനെ നിർത്തി അകത്ത് സൂതികർമ്മിണി അല്ലെങ്കിൽ വയറ്റാട്ടി ഇവർക്ക് പ്രസവത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ ഏതെങ്കിലും ഒരു നിമിഷാർത്ഥത്തിൽ എപ്പോഴെങ്കിലും കുട്ടിയുടെ കരച്ചിൽ കേൾക്കും. അപ്പോ സൂതികർമ്മിണി വിളിച്ചു ചോദിക്കും, ഈ പിതാവായ അച്ഛനോട് ചോദിക്കും, എന്താ ചെയ്യേണ്ടത്? അവിടെ ഒരു നിയമമുണ്ട്. എന്താ അറിയാം? 2ാമതും இந்த பூலோகத்தில் பிறந்து வீணது பெண் குழந்தையானால் அதை எப்படியாவதும் கொல்ல வேண்டும். 2ാമതും இந்த பூலோகத்தில் பிறந்து வீணது பெண் குழந்தையானால் அதை எப்படியாவதும் கொல்ல வேண்டும். അത് இந்த ഭൂലോകത്തിൽ ഉയിരോടെ ഇരിക്കക്കൂടാതെ. 2ാമത് പിറക്കുന്ന പെൺകുട്ടിയായാൽ അത് എങ്ങനെയായാലും അതിനെ കൊന്നേ മതിയാവൂ. അത് ഈ ലോകത്തിൽ ഉയിരോടെ ജീവനോടെ ഇരിക്കാൻ പാടില്ല. അപ്പോ ചോദിക്കും, ആണാണോ പെണ്ണാണോ എന്ന് പിതാവ് വിളിച്ചു ചോദിക്കും. ഈ തകരപ്പാളികൾക്കിടയിലൂടെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അയാൾ ചോദിക്കും, ആൺകുളന്തയാ പെൺകുളന്തയാ? അപ്പൊ ചോദിക്കും, പെൺകുളന്തയാ. പിന്നെ ഒന്നും മിണ്ടില്ല. പിന്നെ പെൺകുളന്തയാനാൽ വേണ്ട, മരിക്കണം. അപ്പൊ എന്ത് ചെയ്യും? കുട്ടി കരയുമ്പോ ഈ സൂതികർമ്മിണി ഒരു പിടി നെന്മണികൾ ആ കുട്ടിയുടെ വായിലേക്ക് തിരികെ കയറ്റി കൊടുക്കും. പ്രിയമുള്ള അമ്മമാരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ കുട്ടി മുലപ്പാലിന്റെ മാധുര്യത്തിനു വേണ്ടി, ഒരല്പം തൊണ്ട നനയ്ക്കാനുള്ള ചെറിയൊരു ആഗ്രഹത്തിനു വേണ്ടി കരയുമ്പോൾ അതിന്റെ തൊണ്ട നനയാൻ സമ്മതിക്കാതെ അതിന്റെ തൊണ്ട കീറി മുറിച്ച് കൂർത്തുമൂർത്ത നെല്ലിന്റെ ഭാഗങ്ങൾ, അതിന്റെ ശ്വാസനാളങ്ങൾ കീറിയെറിഞ്ഞ് അതിനെ മൃതനാക്കി കൊല്ലുന്ന ദാരുണമായ പൈശാചികമായ ഒരു രീതി ഇന്നും ഈ ആധുനിക നൂറ്റാണ്ടിലും ഈ ഉസിലംപെട്ടിയിൽ നടക്കുന്നുണ്ട്. അപ്പൊ നോക്കൂ, അതും അമ്മയാണ്. ആ കുട്ടിയെ കൊന്നതും ഒരമ്മയാണ്.
വേണ്ട എന്ന് പറയുന്നതും അമ്മയാണ്. ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റു ഭർത്താക്കന്മാരുടെ കൂടെ ഓടിപ്പോകുന്നതും അമ്മയാണ്. ഇപ്പൊ നമുക്കറിയാം, ഇവിടെ ഈ മുക്കത്തടുത്ത് നടന്ന സംഭവങ്ങൾ, തിരുവമ്പാടി അടുത്ത് നടന്ന സംഭവങ്ങളെല്ലാം നമുക്കറിയാം. ഇതുപോലെ നൂറ് അനുഭവങ്ങൾ. സമയത്തിന്റെ ദൗർലഭ്യത മൂലം ഞാൻ അത് മുഴുവൻ അങ്ങോട്ട് പോകുന്നില്ല. എന്തായാലും ഇങ്ങനെ മൃഗീയമായി കൊല്ലുന്ന നൂറുകണക്കിന് മാതാപിതാക്കൾ സംഹാര താണ്ഡവമാടുന്ന ഒരു ആധുനിക നൂറ്റാണ്ടാണിത്. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി കൂടുതൽ അറിയാൻ ബാധ്യസ്ഥരായുക. ഇവിടെയാണ് ഈ തിരുവചനം അന്വർത്ഥമാകുക. ശൈല ഒന്നുകൂടി അത് വായിക്കും. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ നിന്നെ ഞാൻ എന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൾ മറന്നാലും, ആ താടക നിന്നെ മറന്നാലും ഞാൻ മറക്കില്ല പൊന്നു മോനെ എന്ന് പറയുന്ന ഒരേ ഒരു ദൈവം നമുക്ക് മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. അതാണ് നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം. ഈ ദൈവസ്നേഹം തിരിച്ചറിയുക, അതിനുവേണ്ടി തിരിച്ചറിയാൻ നിങ്ങളെ പ്രാപ്തരാക്കുക, നിങ്ങളൊരു വഴിയിലൂടെ സഞ്ചരിക്കുക. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ നിമിഷം ഉപയോഗിച്ചത്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി അവസാനമായി പാടുന്നു. എന്നെയുള്ളം കയ്യിൽ കാത്തിടുന്ന ദൈവം, എന്നും എന്നും എന്റെ നല്ല ദൈവം, എന്റെ പാദം കല്ലിൽ തട്ടിയുടയാതെ എന്നെ കാക്കും നല്ല ദൈവം. എന്നെയുള്ളം കയ്യിൽ കാത്തിടുന്ന ദൈവം, എന്നും എന്നും എന്റെ നല്ല ദൈവം, എന്റെ പാദം കല്ലിൽ തട്ടിയുടയാതെ എന്നെ കാക്കും നല്ല ദൈവം. കാത്തിടുന്ന ദൈവം, എങ്ങുമെങ്കും എന്റെ നല്ല ദൈവം, എന്റെ പാദം കല്ലിൽ തട്ടിയുടയാതെ എന്നെ കാക്കും നല്ല ദൈവം, എന്നെ കാക്കും നല്ല ദൈവം, എന്നെ കാക്കും നല്ല ദൈവം. ഈ മനോഹരമായ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്കാണ് നാം ഇന്ന് ഇറങ്ങിച്ചെന്നത്. ദൈവസ്നേഹം ഈ നിമിഷങ്ങൾ നിങ്ങൾക്കെല്ലാം അനുഗ്രഹപ്രദമായി അല്ലെങ്കിൽ പ്രയോജനമാണ് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ കാക്കും നല്ല ദൈവം, എന്നെ കാക്കും നല്ല ദൈവം, എന്നെ കാക്കും നല്ല ദൈവം. വീണ്ടും കാണുന്നവരെ ദൈവത്തിന് നന്ദി പറയാം. ദൈവമേ സ്തുതി, ദൈവമേ സ്തോത്രം, ദൈവമേ ആരാധന.